ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അനലോഗസ് സിസ്റ്റംസ് ആണ്. അപ്പോൾ എന്താണ് അനലോഗ് സിസ്റ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? രണ്ട് സിസ്റ്റംസ് അനലോഗസ് ആണെങ്കിൽ ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഐഡൻറ്റിക്കൽ ഫോമിലായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റം സ്റ്റഡി ചെയ്തു, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റവും നമ്മൾ സ്റ്റഡി ചെയ്തു. നമുക്കറിയാം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റവും മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റവും. അപ്പം രണ്ട് സിസ്റ്റംസ്, അതായത് മെക്കാനിക്കൽ സിസ്റ്റവും ഇലക്ട്രിക്കൽ സിസ്റ്റവും അനലോഗസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അവയുടെ രണ്ടിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷനും ട്രാൻസ്ഫർ ഫംഗ്ഷനും എന്തായിരിക്കണം? ഐഡൻറ്റിക്കലായിരിക്കണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് 4 ടൈപ്പ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അനലോഗസ് ആണുള്ളത്. അതായത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം ഇൻപുട്ട് എന്തായിരുന്നു? ഫോഴ്സ് ആയിരുന്നു. മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് എന്തായിരുന്നു? ടോർക്കായിരുന്നു. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമുക്കറിയാം ഇൻപുട്ട് രണ്ടെണ്ണം വരാം. ഒന്നുകിൽ എന്ത് വരാം? വോൾട്ടേജ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? കറണ്ട് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 4 ടൈപ്പ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അനലോഗസ് സിസ്റ്റംസ് ആണുള്ളത്. അതായത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലെ ഇൻപുട്ട് ഫോഴ്സ് ആണ്. ഇലക്ട്രിക്കൽ ഞാൻ പറഞ്ഞു ഐദർ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് വരാം. അപ്പം ഒരു ഇലക്ട്രിക്കൽ അനലോഗി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അനലോഗി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയാണ്. രണ്ടാമത്തെ എന്താണ്? ഫോഴ്സ് കറണ്ട് അനലോഗിയാണ്. ഇത് രണ്ടും മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റവും ഇലക്ട്രിക്കൽ സിസ്റ്റവും തമ്മിലുള്ള എന്താണ്? അനലോഗസ് സിസ്റ്റമാണ്. ഇനി വരുന്ന മെക്കാനിക്കൽ റൊട്ടേഷൻസ് നമുക്കറിയാം ഇൻപുട്ട് എന്താണ്? ടോർക്കാണ്. അപ്പോൾ ഇതിലും രണ്ട് ടൈപ്പ് അനലോഗസ് സിസ്റ്റം വരും. ഏതൊക്കെയായിരിക്കും? ടോർക്ക് വോൾട്ടേജ് അനലോഗി ആൻഡ് ടോർക്ക് കറണ്ട് അനലോഗി. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗസ് സിസ്റ്റത്തെ കുറിച്ചാണ്. പിന്നെ പറഞ്ഞു ഫോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം എന്താണ്? മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റമാണ്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് നോക്കാം ഇൻപുട്ട് എന്താണ്? വോൾട്ടേജ് ആണ്, ബിക്കോസ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയാണ്. സോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ഔട്ട്പുട്ട് എന്താണ് നമ്മൾ എടുക്കുന്നത്? കറണ്ടാണ്. കറണ്ട് ത്രൂ ദ എലമെൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? വെലോസിറ്റിയാണ്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് എന്താണ്? വോൾട്ടേജ് ആണ്, ഔട്ട്പുട്ട് എന്താണ്? കറണ്ടാണ്. ഇനി നമുക്ക് 3 എലമെൻറ്റ്സ് ആണുള്ളത്. നമുക്കറിയാം മെക്കാനിക്കൽ സിസ്റ്റത്തിലും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും മെയിനായിട്ട് വരുന്ന 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റ്സിനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? എടുത്തത്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് dx/dt വെലോസിറ്റി, d²x/dt² ആക്സലറേഷൻ, അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എല്ലാ ടേംസും, അതായത് ഔട്ട്പുട്ട് നമ്മൾ വെലോസിറ്റിയാണ് ചൂസ് ചെയ്തുകൊണ്ട് ഓരോ എലമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിൻ്റെ ടേംസിൽ നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡാഷ്ബോർഡ് എടുത്തു. ഇപ്പോൾ ഡാഷ്ബോർഡിന് നമ്മൾ ഓൾറെഡി അറിയാം ഡാഷ്ബോർഡ് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? dx/dt. അതായത് dx/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് മീൻസ് എന്താണ്? വെലോസിറ്റിയാണ്. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, F is equal to b into dx/dt which is equal to b into v എന്ന് എഴുതി നമ്മൾ. ദാറ്റ് ഈസ് v എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വെലോസിറ്റിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ല അതിന് ഈക്വലായിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്താണ് വരിക? റെസിസ്റ്റൻസ് ആണ് വരിക. നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, അതിനപ്പം റെസിസ്റ്ററിനകത്തൂടെ എന്താണ്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ E is equal to IR എന്നുണ്ട് അക്കോർഡിംഗ് ടു ഓംസ് ലോ. സോ അതിവിടെ നോക്കുക, ഇവിടെ F is equal to BV, ഇവിടെ E is equal to RI. രണ്ടും ഒരേ ഫോം അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ഫോമിലാണ് വരുന്നത്. ഇവിടെ ഇൻപുട്ട് ഫോഴ്സ്, ഇവിടെ ഇൻപുട്ട് എന്താണ്? വോൾട്ടേജ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ്പിങ് ഫ്രിക്ഷണൽ ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ആയിരുന്നു. ഇവിടെ എന്താണ് വരുന്നത്? വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പം ഇത് രണ്ടും, അതായത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലെ ഡാഷ്ബോർഡ് എന്തിന് ഈക്വൽ ആയിരിക്കും?
ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം നമുക്ക് മാസ്. മെക്കാനിക്കൽ സിസ്റ്റത്തിലെ മാസ് നമുക്ക് നോക്കാം. മാസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് ഫോഴ്സ് എഫ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അതിന് നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആണ്. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡി വി ബൈ ഡി ടി ആണ് വരിക. അതായത് ഡി എക്സ് ബൈ ഡി ടീനെ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുത്താൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. നമുക്ക് എന്തിൻ്റെ ടേംസിലാണ് വേണ്ടത്? വെലോസിറ്റിൻ്റെ ടേംസിലാണ് വേണ്ടത്. അപ്പം ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്താണ് വരിക? ഇൻഡക്ടറാണ് വരിക. അവിടെ നോക്കിയ ഇക്വേഷൻ നോക്കിയാൽ വാട്ട് ഈസ് വോൾട്ടേജ് ത്രൂ ആൻ ഇൻഡക്ടർ എന്താ വരിക? ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എന്താണ്? ഡി ഐ ബൈ ഡി ടി. വോൾട്ടേജ് അക്രോസ് ആൻ ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇനി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. രണ്ടും എന്താണ്? ഐഡൻറ്റിക്കൽ ഫോമിലാണ്. ഇവിടെ ഇൻപുട്ട് ഫോഴ്സ്, ഔട്ട്പുട്ട് വെലോസിറ്റീൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് കറണ്ട്. എല്ലാം ഇവിടെ എന്ത് വരും? മാസ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ് നോക്കാം, സ്പ്രിങ്. അപ്പോൾ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു? സ്പ്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ നമുക്കിവിടെ എന്താ വേണ്ടത്? ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയിൽ കിട്ടണം. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് എന്ത് കിട്ടുക? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക. ഒന്ന് ശ്രദ്ധിക്കുക, വെലോസിറ്റീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണ്. സോ കെ ഇൻ്റഗ്രൽ വി ഡി ടി ഞാൻ എഴുതി. ഇതിന് ഇക്വാലൻ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്താ വരിക? കപ്പാസിറ്ററാണ്. കാരണം നോക്കുക, വോൾട്ടേജ് ഇക്വേഷൻ ഒന്ന് നോക്കുക നിങ്ങൾ. ഇ ഈസ് ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എഫിൻ്റെ സ്ഥലത്ത് ഇവിടെ വോൾട്ടേജ് വന്നു, ഇവിടെ ഇൻപുട്ട് ഫോഴ്സ് ആണ്, ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇവിടെ ഔട്ട്പുട്ട് കറണ്ടിന് നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, കെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്പ്രിങ് കോഎഫിഷ്യൻറ്റ് കെക്ക് ഇക്വാലൻ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നത് ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. 1/c. യു ക്യാൻ സി 1/c എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. അപ്പം ഈ ഒരു ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിൽ നിന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഫോഴ്സ് ആണ്, ഔട്ട്പുട്ട് എന്താണ്? ഇവിടെ വെലോസിറ്റി ആണ്. അവിടെ ആണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കും? ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 കാര്യങ്ങൾ, ആ 3 എലമെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് ഡാഷ് പോർട്ടിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന എന്താണ്? റെസിസ്റ്റൻസ് ആണ്. മാസിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്. സ്പ്രിങ് കോൺസ്റ്റൻ്റ് സ്പ്രിങ് കോഎഫിഷ്യൻറ്റിന് ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്? കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് കമ്പാരിസൺ. ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ്, വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജ്, ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസ്, മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡക്റ്റൻസ്, സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് കേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ്. ഇവിടെ വരുന്ന ലോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് മെക്കാനിക്സം വരുമ്പോൾ. അതേ സ്ഥാനത്ത് അവിടെ എന്താണ് വരിക? ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ ആണ് വരിക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത അനലോഗ് സിസ്റ്റം നോക്കാം. ദാറ്റ് ഈസ് ഫോഴ്സ് കറണ്ട് അനലോഗി. ഫോഴ്സ് കറണ്ട് അനലോഗി. ഇവിടെ നോക്കുക നിങ്ങൾ, മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻപുട്ട് ഫോഴ്സും ഔട്ട്പുട്ട് എന്താണ്? വെലോസിറ്റി മാറ്റമില്ല, സെയിം ആണ്. ഇവിടെയാണ് മാറുന്നത്. ഇവിടെ നേരെ മാറി. നേരത്തെ കേസിൽ ഫോഴ്സ് വോൾട്ടേജിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ട്. നേരെ എന്താണ്? റിവേഴ്സ്. ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് എന്താണ്? വോൾട്ടേജ് ആണ്. അപ്പോൾ നോക്കുക ഇതിലെ 3 കാര്യങ്ങൾ. ഫസ്റ്റത്തെ എലമെൻ്റായി നമ്മൾ ഡാഷ് പോർട്ട് എടുത്തു. ഡാഷ് പോർട്ട് ഈക്വലൻ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്താണ് വരുന്നത്? റെസിസ്റ്റൻസ്. ഇത് നേരത്തെ സെയിം ആണ്. ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിലുള്ള സെയിം തന്നെയാണ് എന്തിൽ വരുന്നത്? ഫോഴ്സ് കറണ്ട് അനലോഗിയിൽ വരുന്നത്. ഇത് നമുക്ക് രണ്ടാമത്തെ എലമെൻറ്റ് നോക്കാം. രണ്ടാമത്തെ എലമെൻറ്റ് മാസ്. മാസ് നോക്കുക. നമുക്ക് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് കറണ്ട് അനലോഗിയിൽ വരുന്നതാണ്? കപ്പാസിറ്ററാണ്.
കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ നോക്കി ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, ഇതിന് ഐഡൻറ്റിക്കലായിട്ട് വേറെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ, അതായത് ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ് വരിക. ശരിയല്ലേ? ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് കപ്പാസിറ്റൻസ് ആണ് വരിക. ലാസ്റ്റ് നമുക്ക് സ്പ്രിങ് നോക്കാം. സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും വരിക? ഇൻഡക്ടർ. അതായത് നേരത്തെ തന്നെ നേരെ വ്യത്യാസം വരും. അതായത് ഫോഴ്സ് വോൾട്ടേജിൽ മാസിന് ഇൻഡക്ടറും സ്പ്രിങ്ങിന് എന്തായിരുന്നു? കപ്പാസിറ്റർ ആയിരുന്നു. അത് നേരെ റിവേഴ്സാണ് ഇതിൽ വരിക. മാസിന് കപ്പാസിറ്റർ, സ്പ്രിങ്ങിന് എന്ത് വരും? ഇൻഡക്ടർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി ടി. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഇസ് ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി ടി. അതായത് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ സ്പ്രിങ് കോഎഫിഷ്യൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? ഇൻവേഴ്സ് ഓഫ് ഇൻഡക്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് ഇതിൽ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെക്കാനിക്കൽ ഫോഴ്സ്, വെലോസിറ്റി. ഫോഴ്സ് ഇൻപുട്ട്, ഔട്ട്പുട്ട് വെലോസിറ്റി. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് എന്താണ്? വോൾട്ടേജ്. ദെൻ ഡാഷ്പോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? റെസിസ്റ്റർ തന്നെയാണ്. റെസിസ്റ്റർ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് വരും 1/R. ബിക്ക് സ്ഥാനത്ത് നോക്കിയാൽ ബിയുടെ പോർഷനിൽ വരുന്നത് 1/R ആണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? കപ്പാസിറ്ററാണ്. സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? ഇൻവേഴ്സ് ഓഫ് ഇൻഡക്റ്റൻസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഫോഴ്സ് ആണ് ഇൻപുട്ട്. മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഫോഴ്സ്, ഇവിടെ ഇലക്ട്രിക്കൽ സിസ്റ്റം കാണിച്ചിരിക്കുന്നു. മെക്കാനിക്കൽ ഫോഴ്സ്, ഇലക്ട്രിക്കൽ കറണ്ട്, വെലോസിറ്റി, ഇവിടെ എന്ത് വരും? വോൾട്ടേജ് വരും. ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ഇവിടെ എന്ത് വരും? ഫ്ലക്സ് വരും. ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ ഫ്ലക്സ് എന്നാണ് പറയുക. ദെൻ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് ബി സ്ഥാനത്ത് 1/R, ദാറ്റ് ഈസ് കണ്ടക്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്താണ് വരിക? കണ്ടക്റ്റൻസ് ആണ്. മാസിൻ്റെ സ്ഥലത്ത് എന്ത് വരും? കപ്പാസിറ്റൻസ്. സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്ങിന് പകരം ഇൻവേഴ്സ് ഓഫ് ഇൻഡക്റ്റൻസ് 1/L വരും. ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇവിടെ എന്ത് വരും? ക്രിച്ച്ഓഫ് കറണ്ട് ലോ ആണ് വരിക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം, അതായത് ഈ പ്രോബ്ലത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതൊരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് അനലോഗി, അതായത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയും ഫോഴ്സ് കറണ്ട് അനലോഗിയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് മാസ് കൺസിഡർ ചെയ്തു. അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അതിന് മുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ മാസിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് നമുക്ക് രണ്ടാമത്തെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാം ഇവിടെ എക്സ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിലുള്ളതൊക്കെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? വെലോസിറ്റി ടേംസിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ d²x2/dt², v2dx2/dt എന്നൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്തിലേക്ക് മാറിയിട്ടുണ്ട്? വെലോസിറ്റി ടേംസിലേക്ക് മാറ്റണം. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് വെലോസിറ്റിയിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ആദ്യം ഫോഴ്സ് വോൾട്ടേജ് അനലോഗസ് സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. ഫോഴ്സ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ആദ്യമേ എഴുതി വെക്കുക ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഉള്ള ടേംസുകൾ അല്ലെങ്കിൽ അതിനുള്ള ഓരോ സിമ്പിൾസ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എലമെൻസിൻ്റെ സിമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നത് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ഇ ഓഫ് ടി, V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് V1 എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട്പുട്ടാണ്. സോ ഫോഴ്സ് വോൾട്ടേജ് ഔട്ട്പുട്ട് എന്നാണ്. കറണ്ട് ഞാൻ എന്തെടുത്തു? I1 എടുത്തു. V2ന് കറസ്പോണ്ടിങ് ആയിട്ട് I2, V1 കറസ്പോണ്ടിങ് ആയിട്ട് R1, V2ന് കറസ്പോണ്ടിങ് ആയിട്ട് R2, V12ന് കറസ്പോണ്ടിങ് ആയിട്ട് R12, M1ന് കറസ്പോണ്ടിങ് ആയിട്ട് L1, M2ന് കറസ്പോണ്ടിങ് ആയിട്ട് L2, K1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/C1 ആൻഡ് K2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/C2. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിൽ വെച്ചിട്ട് എന്താണ് നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്, അതായത്
ഈ മെക്കാനിക്കൽ സിസ്റ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു M1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് B1 ഉണ്ട്. പിന്നെ വരുന്നത് ശ്രദ്ധിക്കുക, K1ഉം B12 ഇത് ഈ രണ്ട് മാസിനും കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റാണ്. ശരിയല്ലേ? M1ഉം M2നും കോമൺ ആയി. ഇപ്പോൾ കോമൺ ആയി വരുന്ന എലമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? വർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ പാരലലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത്. അല്ലാതെ വരുന്നത്, അതായത് ഒന്നിന് മാത്രമായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് വരയ്ക്കണം? സീരീസ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നോക്കൂ, ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം നോക്കുക. ഇവിടെ നമ്മൾ ഫോഴ്സിന് പകരം എന്ത് ചെയ്തു? വോൾട്ടേജ് വരച്ചു. പിന്നെ വരുന്നത് രണ്ട് കാര്യങ്ങളിവിടെ വരും. ഏതൊക്കെയാണ്? മാസിൻ്റെയും ബിൻ്റെയും അല്ലേ? അത് ഈ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം എന്താണ് വരേണ്ടത്? ഇൻഡക്റ്റൻസ്. അപ്പോൾ ഒരു L1ഉം R1 എന്ത് ചെയ്യും? നമ്മൾ സീരീസ് ആയിട്ട് വരയ്ക്കും. ഇനി ഏതൊക്കെയാണ് കോമൺ ആയി വരുന്നത് നോക്കൂ. കോമൺ ആയി വരേണ്ടത് K1ഉം B12 ആണ്. K1ഉം B12നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത് നോക്കുക? C1ഉം ഏതുമാണ് വരയ്ക്കേണ്ടത്? R12 ആണ്. അതുകൊണ്ട് നമ്മൾ കണ്ടത് വർട്ടിക്കൽ അല്ലെങ്കിൽ പാരലായിട്ട് വരയ്ക്കാം. ഇനി നെക്സ്റ്റ് എലമെൻ്റ് എടുക്കുക നിങ്ങൾ, M2. M2ന് സിംഗിളായിട്ട് വരുന്നത് K2ഉം B2 അല്ലേ? അത് രണ്ടും സീരീസ് ആയിട്ട് വരയ്ക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മൾ K2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് വരച്ചു? C2 വരച്ചു. B2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ R2 വരച്ചു. പിന്നെ മാസ് ഇല്ലേ M2, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരയ്ക്കണം? നമ്മൾ L2ഉം വരയ്ക്കണം. ഇവിടെ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്, ദാറ്റ് ഈസ് കറണ്ട് I1ഉം I2. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ ഇക്വേഷനിലെ ഇതായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ന് മനസ്സിലാവും, രണ്ടും ഐഡൻറ്റിക്കൽ ഫോമിലാണ് വരുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ നോക്കുക, ഇവിടെ M2 dV2/dt അല്ലെ? M2 dV2/dt ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിക്കോ. ഇവിടെ വരേണ്ട എന്താ പറയുന്നത്? M2 dV2/dtക്ക് സെയിം ആയിട്ട് ഇവിടെ വരുന്നത് നോക്കിക്കോ, L2 dI2/dt. ശരിയല്ലേ? L2 ആണ് എന്ത് വരേണ്ടത്? മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ടത്. I2 എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? വെലോസിറ്റി V2ന് കറസ്പോണ്ടിങ് ആയിരിക്കും. ശരിയല്ലേ? ഇനി അടുത്ത നോക്കൂ നിങ്ങൾ. അടുത്ത നോക്കൂ, B2 V2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നോക്കിയാൽ മതി. B2 V2ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരേണ്ടത്? R2 I2 അല്ലേ? കറക്റ്റ് അല്ലേ? R2 I2. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, K2 ഇൻ്റഗ്രൽ V2 dt. K2 ഇൻ്റഗ്രൽ V2 dt വരികയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1/C2 ഇൻ്റഗ്രൽ I2 dt അല്ലേ വരേണ്ടത്? ശരിയാണ്, 1/C2 ഇൻ്റഗ്രൽ I2 dt. ഇനി അടുത്തെടുത്ത് നോക്കൂ, B12 × V2 - V1. V12 × V2 - V1 എന്താണ് വരുന്നത്? R12 × I2 - I1 അല്ലേ? ശരിയാണ്, R12 × I1 - I2. അടുത്ത് നോക്കൂ നിങ്ങൾ, K1 × ഇൻ്റഗ്രൽ V2 - V1 dt എന്ത് വരണം? 1/C1 ഇൻ്റഗ്രൽ I2 - I1 dt. ശരി. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം, അതായത് ആ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെയും ഈ ഫോഴ്സ് വോൾട്ടേജ് അനലോഗ് സിസ്റ്റത്തിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരേപോലെയാണ്. അതുകൊണ്ട് അത് രണ്ടും എന്താണ്? അനലോഗ് സിസ്റ്റമാണ്. ഈ സെയിം സിസ്റ്റത്തിൻ്റെ, അതായത് ഈ സെയിം സിസ്റ്റത്തിൻ്റെ എന്ത് വരയ്ക്കാനാണ് നെക്സ്റ്റ്? നമ്മൾ ഫോഴ്സ് കറണ്ട് അനലോഗിയാണ് വരയ്ക്കാൻ പോകുന്നത്. ഫോഴ്സ് കറണ്ട് അനലോഗിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തത് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യണം ഫോഴ്സ്. ഇവിടെ ഫോഴ്സ് കറണ്ടിൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട്, വെലോസിറ്റിയാണ് ഔട്ട്പുട്ട് V1 V2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താണ്? വോൾട്ടേജ് V1 V2. മാസ് M1 M2ന് കറസ്പോണ്ടിങ് ആയിട്ട് കപ്പാസിറ്റർ C1 C2. B12ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/R12, അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് Bക്ക്. B1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/R1, B2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/R2, K1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ഓഫ് ഇൻഡക്റ്റൻസ് 1/L1, K2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/L2. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ കേസിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് നമ്മളെന്ത് വരച്ചു? പാരലായിട്ടാണ് വരച്ചത് അല്ലേ? മറ്റേത് എന്ത് ചെയ്തു? നമ്മൾ സീരീസ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ എന്താണ്? അതിന് നേരെ തിരിച്ചാണ്. കോമൺ ആയി വരുന്നത് എന്ത് ചെയ്യണം? പാരലലും, മറ്റേത് എന്തായിട്ട് വരയ്ക്കണം? സീരീസ് ആയിട്ടും വരയ്ക്കണം. സോറി, മിസ്റ്റേക്ക് പറ്റി. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? സീരീസ് ആയിട്ടും, സിംഗിളായിട്ട് വരുന്നത് എന്ത് ചെയ്യണം? പാരലായിട്ടും വരയ്ക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇൻപുട്ട് കറണ്ട് എടുത്തു. C1ഉം R1 എന്താണ്? അതിന്, അതായത് C1ഉം R1 എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ കറസ്പോണ്ടിങ് ആയിരിക്കും? അതിനകത്ത്
മാസ് അല്ലേ M1-നും എന്തിനും കറസ്പോണ്ടിങ് ആയിരിക്കും, V1-നും കറസ്പോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് കണ്ടോ, അത് സീരീസ് ആയിട്ട് ഇത് രണ്ടും പാരലായി കണ്ടിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം. അതേപോലെ തന്നെ ഇൻഡിവിജ്വലായി വരുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഇതിനും പാരലായിട്ട്, അതായത് C2 R2 L2 നമ്മൾ പാരലായിട്ട് വരച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു എഴുതി. 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എഴുതി. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വേഷൻ, അതായത് നമുക്ക് നോക്കാം, ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ M2 × dV2/dt അല്ലേ, M2 × dV2/dt, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്, C2 × ഇൻ്റഗ്രൽ dV2/dt. നെക്സ്റ്റ് എലമെൻറ്റ് നിങ്ങൾക്ക് എന്താ വരേണ്ടത് നോക്കൂ, V2 × V2 അല്ലേ, V2 × V2 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടേണ്ടത് എന്തായിരിക്കും, 1/R2 × V2. ഇതേപോലെ ഓരോ ടേം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും, ഐഡൻറ്റിക്കൽ ഫോമിലായിരിക്കും. സോ ഇത് രണ്ടും എന്തായിരിക്കും, അനലോഗസ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് വോൾട്ടേജ് ആൻഡ് ഫോഴ്സ് കറണ്ട് അനലോഗസ് സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു സിസ്റ്റം കൂടി ഉണ്ട്. ഇതിനകത്ത് നമുക്കറിയാം മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം. ഇപ്പോൾ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിൽ എന്തുണ്ടാവും, 2 അനലോഗസ് ഉണ്ടാവും. അതായത് ഏതൊക്കെയായിരിക്കും, ടോർക്ക് വോൾട്ടേജും ടോർക്ക് കറണ്ടും. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് ഇൻപുട്ട് എന്താണ്, മെക്കാനിക്കൽ റൊട്ടേഷനകത്ത് ഇൻപുട്ട് ടോർക്കാണ്, ഔട്ട്പുട്ട് എന്താണ്, ആംഗുലാർ വെലോസിറ്റിയാണ്. ഇവിടെ സെയിം വോൾട്ടേജ് അനലോഗസിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത സെയിം സംഭവം തന്നെ, ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് എന്താണ്, കറണ്ടും തന്നെയാണ് വരിക. അപ്പം നേരത്തെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഇൻപുട്ട് ഫോഴ്സിന് പകരം ടോർക്കായി മാറും, ഔട്ട്പുട്ട് വെലോസിറ്റിക്ക് പകരം എന്തായി മാറും, ആംഗുലാർ വെലോസിറ്റി ആയി മാറും. ബാക്കിയെല്ലാം സെയിം തന്നെ, ബാക്കി ഓരോ എലമെൻറ്റ് ഡാഷ്ബോർഡിന് സെയിം ആണ്. റെസിസ്റ്റർ മാസിൻ്റെ ഇവിടെ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് മാസാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡക്ടറും സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും വരും, കപ്പാസിറ്ററും വരും. ബാക്കിയെല്ലാം സെയിം ആണ്. അവിടെ വെലോസിറ്റിയിൽ ഇവിടെ എന്തായി മാറ്റണം, ആംഗുലാർ വെലോസിറ്റി ആക്കി മാറ്റണം, അത്ര മാത്രമേ ഉള്ളൂ. സോ ഇവിടെ T = B ω വരും. സോ E = IR. നെക്സ്റ്റ് T എന്ത് കൂട്ടും നിങ്ങൾക്ക്, J × dω/dt. സോ E = L × dA/dt. T K ∫ ωdt. സോ E = 1/c ∫ IdT. നേരത്തെ സെയിം ആണ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ സിമ്പിളായിരിക്കും. ഇപ്പോൾ ടോർക്ക് വോൾട്ടേജ് അനലോഗി എന്തിന് ഈക്വലൻ്റ് തന്നെയായിരിക്കും, ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയും. അതായത് ഫോഴ്സിന് പകരം ടോർക്ക് ആക്കണം, ഔട്ട്പുട്ട് വെലോസിറ്റിക്ക് പകരം എന്തായി മാറ്റണം, ആംഗുലാർ വെലോസിറ്റി ആയി മാറ്റണം. ഇനി ടോർക്ക് കറണ്ട് നോക്കാം. ടോർക്ക് കറണ്ടിൽ എന്താണ് സെയിം, ഇവിടെ നോക്കുക, നേരത്തെ ഫോഴ്സ് കറണ്ട് അനലോഗിന്ന് ഡിഫറൻസ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇൻപുട്ട് ടോർക്ക് ഔട്ട്പുട്ട് ആംഗുലാർ വെലോസിറ്റി. ബാക്കി സെയിം ആയിരിക്കും. ഡാഷ്ബോർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസും സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇൻഡക്റ്റൻസും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വരിക, കപ്പാസിറ്ററാണ് വരിക. ബാക്കിയെല്ലാം എന്താണ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫോഴ്സ് വോൾട്ടേജും ഫോഴ്സ് കറണ്ടും അനലോഗിയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോർക്ക് വോൾട്ടേജ് ടോർക്ക് കറണ്ട് അനലോഗി വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് മാത്രം പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ.